എന്താടി മാളൂട്ടി, നീ എന്താ പേപ്പറിൽ നോക്കി ഇങ്ങനെ കരയുന്നത്? നീ എന്തോ വലിയ കടുങ്കൈ ചെയ്തിട്ടുണ്ടല്ലോ. അമ്മ ചേച്ചി കളിയാക്കാതെ വന്ന് എന്നെ ഒന്ന് രക്ഷിക്ക്. അപ്പൊ നിന്നെ ഞാൻ രക്ഷിക്കണല്ലേ? ആട്ടെ, എന്താ കാര്യം? അത് അത് ദാ എന്റെ മാത്സ് പരീക്ഷയുടെ പേപ്പർ അച്ഛൻ കണ്ട എന്നെ തല്ലിക്കൊല്ലും. ആ പേപ്പർ നോക്കട്ടെ, എന്നിട്ട് നിന്റെ കരച്ചിലൊന്ന് നിർത്ത്. ഇത് കണ്ടിട്ടാവും നിന്നെ അമ്മ തല്ലുക. പേപ്പർ. എന്റെ പൊന്നു, 100-ൽ 7 മാർക്കോ? ബാക്കി 90 മാർക്ക് നീ വഴിയിൽ എവിടെയെങ്കിലും കളഞ്ഞു പോയോടി? ഓ, നിന്റെ കരച്ചിൽ, നീ കരച്ചിലൊന്ന് നിർത്തുന്നുണ്ടോ? നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അങ്ങനെയാണെങ്കിൽ കരച്ചിൽ നിർത്താം. അച്ഛൻ ഒപ്പിട്ട് തരുമോ? ഈ മാർക്ക് കണ്ടാൽ അച്ഛൻ ഒപ്പിട്ടല്ല തരുക, നിന്നെ ഇവിടുന്ന് പറവർപ്പിക്കും. ഞെട്ടേണ്ട, ഞാൻ സത്യമാണ് പറഞ്ഞത്. നോക്കട്ടെ, നിന്നെ രക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ അച്ഛൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. കിട്ടി, എനിക്കൊരു ഐഡിയ കിട്ടി. എന്താണ് ഐഡിയ? പറ. ഈ 7 എന്ന അക്കത്തിന് മുന്നിൽ നമുക്കൊരു 9 ഇട്ട് കൊടുത്താലോ? അപ്പോൾ 97 മാർക്കാകും. അച്ഛൻ സന്തോഷത്തോടെ ഒപ്പിട്ടും തരും. അമ്മ ചേച്ചി, നിങ്ങൾ ഇന്നു മുതൽ എനിക്ക് ദൈവമാണ്. ദൈവം, താങ്ക്സ്. നീ ഇതൊക്കെ ഇപ്പൊ പറയും, പക്ഷെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. അച്ഛാ, അച്ഛാ, മാളു അല്ലേ ഞാൻ വിളിക്കുന്നത്? എന്താ മാളു? അച്ഛൻ എവിടെയാ ഉള്ളത്? ഞാൻ ഇവിടെയുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എന്താ മാളു? അച്ഛാ, അത് അവൾക്ക് മാത്സിന്റെ പരീക്ഷ പേപ്പർ കിട്ടി. പേപ്പർ ഇങ്ങനെ തന്നെ, ഞാൻ നോക്കട്ടെ. അച്ഛാ, ഇതിനൊന്ന് ഒപ്പിട്ട് തന്നെ. ഞാൻ നോക്കട്ടെ. എന്താടി ഇത്, 97 മാർക്കോ? എൻ്റെ മോൾക്ക് ഇത്രയും മാർക്കോ? എന്താച്ചാ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? മാർക്ക് കണ്ടിട്ട് വിശ്വസിക്കാം, പക്ഷെ ടീച്ചർ താഴെ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ എന്തായി പറയുന്നത്? ടീച്ചർ എന്താ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്? ക്ലാസ്സിലെ ഏറ്റവും കുറഞ്ഞ മാർക്ക് വാങ്ങിയതിന് അഭിനന്ദനങ്ങൾ. ഇടി കുരങ്ങെ, നീ 7 മാർക്കിന്റെ മുന്നിൽ 9 എന്നെ എഴുതി ചേർത്തതാണല്ലേ? അയ്യോ അച്ഛ, അമ്മ എന്നെ തല്ലില്ലേ. ആ 9 ഇട്ട് തന്നത് ഞാനല്ല, നിൽക്കുന്ന അമ്മ ചേച്ചിയാണ്. എന്റെ ഈശ്വരാ, പണി പാളി.